എടാ അരവിന്ദേ, കൺട്രോൾ കൺട്രോൾ. ഓ പൊന്നു, അങ്ങോട്ടും തിരിഞ്ഞു നിന്നേ. ദേവതയെ പോലെയുണ്ട്. പോലെയുണ്ടെന്നല്ല, ദേവത തന്നെയാ എന്റെ മോള്. ആ അശ്വതി, നീ മോളെ മണിയറയിലേക്ക് കൊണ്ടുപോ. ഇതാ ശ്രേയ. അല്ല, ഇതെന്തിനാ? അത് ശ്രേയ. പെങ്ങള് മാഡം, ഞങ്ങളുടെ കല്യാണം കഴിച്ചിട്ട് 7 വർഷത്തോളമായി. എന്നിട്ടും അച്ചുകുട്ടി പാൽ ഗ്ലാസ് പിടിച്ചിരിക്കുമ്പോഴുള്ള നാണം കണ്ടില്ലേ? പോ രമേശേട്ടാ. എനിക്ക് മനസ്സിലായില്ല രമേശേട്ടാ. അപ്പൊ പെങ്ങള് മാഡം സിനിമയൊന്നും കാണാറില്ലേ? ആദ്യമായിട്ട് മണിയറയിലേക്ക് ചെല്ലുമ്പോ ഒരു ഗ്ലാസ് പാലുമായിട്ട് വേണം ചെല്ലാൻ. സോറി, എനിക്ക് പാലിഷ്ടമല്ല, ഞാൻ കുടിക്കാറില്ല. വൈകുന്നേരം പാല് തന്നപ്പോ തന്നെ കഷ്ടപ്പെട്ടാ കുടിച്ചത്. ഇത് നിങ്ങൾ രണ്ടുപേരും കുടിച്ചോ? നീ നോക്കി, അച്ചുകുട്ടിക്ക് നാണം വന്നു കണ്ടോ? ചെറുതായിട്ട് എനിക്കും. ഞങ്ങളിങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് കുടിച്ചതാ, അത് ഓർമ്മ വന്നു. അതാ ഈ നാണത്തിന് കാരണം. നിമിഷം മിണ്ടാതിരിക്കെ. ഓ ശ്രേയ, ഇതൊരു രീതിയാ. നീ കുടിക്കണ്ട, കൊണ്ടുപോയി അരവിന്ദന് കൊടുത്താ മതി, അവൻ കുടിച്ചോളൂ. അതെ അതെ, വലിയളിയന് പാല് ഭയങ്കര ഇഷ്ടാ. ഒരു കല നിറയെ കിട്ടിയാലും അളിയൻ കുടിച്ചോളൂ. പിന്നെ ആദ്യ രാത്രിയിൽ പാല് കുടിക്കുന്നതിന് ഒരു ശാസ്ത്രമുണ്ട്. അതെന്താന്ന് വഴിയെ അറിഞ്ഞോളൂ. ശ്രേയക്ക് കൊണ്ടുപോകാൻ മടിയാണെങ്കിൽ റൂമിലേക്ക് ഞാൻ കൊണ്ടുവന്നതാ. ശല്യങ്ങള്. ശ്രേയ എന്താ ആലോചിക്കുന്നേ? വാ. അപ്പച്ചി, ശ്രേയ മാഡത്തിന് പാലുമായിട്ട് മണിയറ വരെ പോകാൻ മടിയാണെങ്കിൽ മണിയറയിലോട്ട് ഞാൻ തന്നെ കൊണ്ടുവിടാം. അത് ശരി. ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ. ചെവിക്കും മനസ്സിനും സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് വിചാരിച്ചതാ. നടക്കില്ല. അടുത്തതിന് ചാരുമായിട്ട് തിരി കൊളുത്തിയിട്ടുണ്ട്. വലിയളിയാ, നിന്റെ ആദ്യ രാത്രി നടക്കുമെന്ന് തോന്നുന്നില്ല. നിന്നെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? ദേഷ്യപ്പെടുന്ന എന്തിനാ ചേച്ചി? ആദ്യ രാത്രിയല്ലേ, ശ്രേയ മാഡത്തിന് ടെൻഷൻ കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. പെങ്ങള് മാഡത്തിന് എന്ത് ടെൻഷൻ? അത് രമേശ് ചേട്ടന് മനസ്സിലാവില്ല. അശോ ചേച്ചിക്കും ശ്രേയയ്ക്കും അറിയാൻ പറ്റും. ഇവിടേക്ക് വലതുകാലം വെച്ച് കയറിയപ്പോ എന്നോട് ആരതി ഒഴിയാൻ പറഞ്ഞ എന്തിനാ? ഈ വീട്ടിലേക്ക് വന്ന് കയറിയതല്ലേ ചാരുവും എന്നല്ലേ മാഡം പറഞ്ഞേ? അതുപോലെ ജീവിതം തുടങ്ങാൻ പോകുന്ന ഈ നിമിഷത്തില് ഞാൻ മണിയറയിൽ കൊണ്ടുവിടുന്നല്ലേ അതിന്റെ ശരി. എടി, എന്താ നിന്റെ ഉദ്ദേശം? ചാരു പറഞ്ഞു ശരിയാപ്പിച്ച്. ആദ്യം വന്ന് കയറിയ ചാരു തന്നെ ആരതി ഒഴിയണമെന്ന് പെങ്ങള് മാഡം പറഞ്ഞു. അതുപോലെ ചാരു തന്നെ മുറിയിൽ കൊണ്ടുപോകുന്ന അതിന്റെ ശരി. മിണ്ടായിരിടാ. ചാരു, നീ പോകുന്നുണ്ടോ? അശു ചേച്ചി, അത് ശ്രേയ മാഡം പറയട്ടെ.